ഇന്നിപ്പോൾ വീണ്ടും നിങ്ങൾക്ക് മീഡിയക്കാരുടെ ഓരോരുത്തരുടെയും നെഗറ്റീവാണ്. അത് നിങ്ങൾ ഭാവനയിൽ നിന്ന് ഓരോന്ന് എടുക്കുകയല്ലേ. അപ്പം പിന്നെ ഞങ്ങൾ പിന്നെയും കറക്റ്റ് ചെയ്യാൻ പോകാം. ഇന്ന് കറക്റ്റ് ചെയ്ത് ഇവിടെ ഏതോ ഒരു ചാനൽ കൊടുത്തിട്ടുണ്ട്. അത് ചെയർമാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതിനകത്ത് ഒരു കൺഫ്യൂഷനും വേണ്ട അത് ഞാൻ പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന നെഗറ്റീവിലൊരു തെറ്റാണ്. ഇത് സതുദ്ദേശത്തിൽ ഞാൻ പറഞ്ഞു എനിക്കും സുഖപ്പെട്ടു, എനിക്കൊരു നല്ലൊരു സന്തോഷമുണ്ടായി. കാരണം ഇവിടെ കേരളത്തിൽ എത്രയോ ആളുകൾ പറയും CPM പറയല്ല മുഖ്യമന്ത്രി മത്സരിക്കണം. അതിന് പറയുന്നത് അവർക്കതിന് സ്വാതന്ത്ര്യമില്ല. അതിന് ഏതെങ്കിലും ഇനി മത്സരിച്ചില്ല എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ വേറൊരു മലയാളി ഉണ്ടാക്കിക്കോ, ഇഷ്ടം പോലെ ഉണ്ടാക്കിക്കോ. നമുക്ക് ഈ യോഗം നമുക്ക് കേരള കോൺഗ്രസ് ആക്കി എടുക്കാതെ ഞാൻ നിങ്ങൾക്ക് നാളെ മുഴുവൻ എത്ര നേരം വേണം നിന്ന് തരാം, നമുക്ക് ചർച്ച ഉണ്ടാക്കാം. മറ്റു കാര്യങ്ങളിലേക്ക് അങ്ങനെയല്ല പറഞ്ഞു. പാർട്ടി തീരുമാനിക്കും എന്ന് പറഞ്ഞു. പാർട്ടി തീരുമാനിച്ചു എന്ന് പറഞ്ഞില്ല. അതിനകത്ത് വ്യത്യാസമുണ്ട്. ഇനി എന്തേലും ആട്ടെ, കൃത്യമായ ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞു. ഒരിക്കലും അച്ചടക്കമില്ല, സ്വാതന്ത്ര്യമില്ല. ഗവൺമെന്റിന് പറയാൻ, ജനത്തിന് പറയാൻ, ജില്ലാ പ്രസിഡന്റ് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അവസാനം എന്താ പറഞ്ഞതെന്നുള്ളതല്ലേ. വാട്ട് ഈസ് കൺക്ലൂഡിങ് എന്താണ് സ്റ്റേറ്റ്മെന്റ്? കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെന്റ് പാർട്ടി വിൽ ഡിസൈഡ്. ഇത് ദ സെയിം തിങ് ഐ ആം ടെല്ലിങ് യു ദ എക്സാമ്പിൾ ഓഫ് CPM. പറഞ്ഞില്ലേ, അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞ് പാർട്ടി തീരുമാനിക്കും. അതല്ലാതെ എനിക്ക് തീരുമാനിക്കാം. പാർട്ടി തന്നെ മുഖ്യമന്ത്രി ഞാൻ മത്സരിക്കാൻ പോയാൽ മത്സരിക്കാൻ മൈക്ക് ഒരിക്കലും തട്ടിപ്പറിച്ചില്ല. എൻ്റെ ബോഡി ലാംഗ്വേജ് എടുത്ത് നോക്കി ഞാൻ ചുമ്മാ തട്ടിപ്പറിച്ചു. ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദര തുല്യമാണ് പറയും. അത് പറഞ്ഞോട്ടെ, അതിന് സ്വാതന്ത്ര്യം ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ഞങ്ങളൊരു ടീമായിട്ട് തന്നെ പോകുന്നത്. ഞാൻ പറഞ്ഞു അതിനകത്ത് നിങ്ങൾ എന്ത് വിചാരിച്ചാലും അതിലൊന്നും ഒരു ക്ലെയിം എത്താൻ പോകുന്നില്ല. ശരി, നിങ്ങൾ കീഴ്വഴക്കം എന്ന് പറയുന്നത് എന്താണ്? അത് ഞാൻ പറഞ്ഞത് എനിക്കൊരു പ്രൊപ്പറേറ്ററി ഉണ്ട്, പാർട്ടി അഭിപ്രായം. അദ്ദേഹത്തിന് അതൊരു അഭിപ്രായം പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്ത് നെഗറ്റീവ് കൊണ്ടുവന്നാലും അവർ ക്ലീൻ കുത്താൻ പോകുന്നില്ല. അതല്ല, അതിനകത്തല്ല പബ്ലിക്കിനോട് പറയുന്നത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. ഞാൻ പറഞ്ഞില്ലേ എത്രയോ പാർട്ടിക്കാർ ഞാൻ പറഞ്ഞു പാർട്ടി അകത്ത് പറയാത്തൊരു കാര്യം കൂടെ പറയാം. അല്ല, പുറത്ത് പറയാൻ പാടില്ല. മത്സരിക്കണ്ട എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ശരി. ഞാൻ പറഞ്ഞ മത്സരിക്കുകയല്ലോ, എൻ്റെ മനസ്സിൽ എനിക്കുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞോട് നടക്കാൻ പറ്റുമോ? അല്ലല്ല, അത് ഞാൻ നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ എങ്ങനെ പറയുന്നത്? പാർട്ടിയല്ലേ പറയുന്നത്. പോട്ടെ നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ നെഗറ്റീവായിട്ട് പോകും, ഞാൻ എൻ്റെ നെഗറ്റീവായിട്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിനകത്ത് കൃത്യമായി ഞങ്ങൾ കാണുന്നത് ഇതിൻ്റെ ആവേശകരമായ, ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്കും ഒരു LDF എന്ന നിലയ്ക്കും ഈ പറയുന്ന ഉച്ചയ്ക്ക് 1 മണിക്ക് നടത്തുന്ന യോഗത്തിനും അവിടെയെല്ലാം ഓരോ ജനങ്ങൾ വരുമ്പോൾ അവരുടെ മുഖഭാവത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായില്ലേ? അവിടെ ഒരു ആവേശം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം വീണ്ടും ഇതാ വരുന്നു എന്നുള്ളൊരു ആവേശമാണ്. വെറുതെ ഇങ്ങനെ ആളുടെ ഇറക്കിയിട്ട് കൊണ്ടുപോയതല്ല. അത്രയും ആവേശമായിട്ടുള്ള പൾസ് അടിയിൽ കണ്ടപ്പോൾ ഒരു കോമൺ പ്ലാറ്റ്ഫോം ഈ കേരള സംസ്ഥാനത്ത് രൂപപ്പെട്ടു. അപ്പോൾ വെറുതെ യൂതി കൊളർന്നു പറഞ്ഞ പറ്റും. ഞാൻ പറഞ്ഞില്ല, UDF പ്രതിദാനം ചെയ്യുന്ന മണ്ഡലത്തിലാണ് ഞങ്ങളിത് കണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാകും. ശരി, അത് കഴിഞ്ഞല്ലേ? അത് ആ ചോദ്യം കഴിഞ്ഞു, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കും. അതല്ല, പ്രഖ്യാപിച്ചില്ലല്ലോ. അവസാനം പുള്ളി അദ്ദേഹം പറയുന്നത് എന്താണ്? പാർട്ടി തീരുമാനിക്കും. നിങ്ങൾക്ക് എന്താ അത് ഞാൻ പറയുന്ന മനസ്സിലാകുന്നില്ലേ? മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ എതിർപ്പുണ്ടെന്ന് ഞാൻ പറയാം. പുള്ളി അദ്ദേഹം പറഞ്ഞല്ലോ, എന്താ കേരള സംസ്ഥാനത്ത് ആദ്യമായിട്ടാണോ ഒരു മത്സരിക്കുന്നു പറയുമ്പോൾ പ്രശ്നമായോ? വരട്ടെ, ഇനി അതിനെപ്പറ്റി ഞാൻ ബാക്കി പിന്നെ നാളെ നമുക്ക് ഇരിക്കാതെ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ റെഡിയായി എന്തിനും.